പുലികളിക്കെതിരായ പരാമർശം വിവാദമായതോടെ ഖേദം പ്രകടിപ്പിച്ച നടനും എഴുത്തുകാരനുമായ വി.കെ. ശ്രീരാമൻ തന്റെ അഭിപ്രായ പ്രകടനം അപക്വമായിരുന്നുവെന്നും അനുചിതമായ പദപ്രയോഗങ്ങൾ ഉണ്ടായതായും ശ്രീരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പുലികളി കലാകാരന്മാർക്കും അതിനോട് ബന്ധപ്പെട്ടവർക്കും മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പുലികളിക്കെതിരായി നടത്തിയ പരാമർശങ്ങളെ ചൊല്ലി വിവാദം കടുത്തതോടെയാണ് ശ്രീരാമൻ ഖേദപ്രകടനം നടത്തിയത്. വയറു കുലുക്കിയുള്ള പുലികളി വൈകൃത കലാരൂപമാണെന്നും കണ്ടാൽ ഓക്കാനം വരുമെന്നുമായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള നടന്റെ പ്രതികരണം. പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആദ്യം പറഞ്ഞിരുന്ന വി.കെ. ശ്രീരാമൻ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു. പുലികളിയെക്കുറിച്ചുള്ള വി.കെ. ശ്രീരാമന്റെ പരാമർശം തിരുത്തപ്പെടേണ്ടതാണോ? 4-ാം ഓണനാളിൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ അവതരിപ്പിക്കുന്ന പുലികളിയുടെ ചരിത്രമെന്ത്? കാണാം RDX. ഈ മാസം 29-ന് നടക്കുന്ന തൃശൂരിലെ പുലിക്കളി മഹോത്സവത്തിന് മുന്നോടിയായി വിവിധ സംഘങ്ങൾ പരിശീലനം നടത്തുന്നതിനിടെയാണ് വി.കെ. ശ്രീരാമന്റെ അഭിപ്രായ പ്രകടനം. അയ്യന്തോൾ ദേശം നടത്തുന്ന പുലിക്കളിയുടെ പരിശീലന ദൃശ്യങ്ങൾ കൂടി പങ്കുവച്ചാണ് വി.കെ. ശ്രീരാമൻ ഫേസ്ബുക്കിൽ പുലിക്കളിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. എന്നാൽ വിമർശനം ശക്തമായതോടെ വി.കെ. ശ്രീരാമൻ ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു. തന്റെ അഭിപ്രായ പ്രകടനം അപക്വമായിരുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞത്. വയറ് കുലുക്കിയുള്ള പുലിക്കളി വൈകൃത കലാരൂപമാണെന്നും കണ്ടാൽ ഓക്കാനം വരുമെന്നുമായിരുന്നു പുലിക്കളിക്കെതിരെയുള്ള വി.കെ. ശ്രീരാമന്റെ ആദ്യ പ്രതികരണം. ഇതോടെ പുലിക്കളി സംഘങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ശ്രീരാമൻ പുലിക്കളിയെ വയറുകുലിക്കുള്ള വൈകൃത കലാരൂപമെന്ന് പറഞ്ഞത് ബോഡി ഷെയ്മിംഗ് ആണെന്നും ശ്രീരാമൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും പുലിക്കളി സംഘങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നാലെയാണ് ഖേദപ്രകടനവുമായി ശ്രീരാമൻ രംഗത്തെത്തിയത്. പുലിക്കളിക്കെതിരെ വി.കെ. ശ്രീരാമൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി ചർച്ചകളും സജീവമായിട്ടുണ്ട്. RDX ന്യൂസ് മലയാളം. വയറിൽ ചിത്രം വരയ്ക്കുന്നതിനാണ് പുലിക്കളിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ആർട്ടായി മാറുന്നത് എന്ന സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായപ്പോൾ വി.കെ. ശ്രീരാമൻ പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം കൂടി കേൾക്കാം. ഒരു വയറെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അവയവത്തിൻ്റെ മുകളിൽ ഈ പുലിയുടെ ചിത്രങ്ങൾ, തലയുടെ ചിത്രമൊക്കെ വരച്ച് അത് പ്രദർശിപ്പിച്ച് അതിനാണ് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നത്. ഇത്രയും ഭീകരമായിട്ടുള്ള വയറുകളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാം. പക്ഷെ അത് ഇങ്ങനെ കാണിച്ച് പ്രദർശിപ്പിച്ച് അതുകൊണ്ട് ഇങ്ങനെ ചലിപ്പിച്ച് അതിൽ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച് ഇതെങ്ങനെ ഒരു ആർട്ടായിട്ട് മാറുക എന്നുള്ളൊരു സംശയം ഏത് കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരോടും ചോദിച്ചു. ഇപ്പോൾ കലാമണ്ഡലത്തിലൊക്കെ ഉള്ള പഠിച്ചിട്ടൊക്കെ ഉള്ള ചില ആൾക്കാരോട് ചോദിച്ചു, ഇങ്ങനെ ഇതിൽ വല്ല നൃത്ത പദ്ധതികൾ ഉണ്ടോ ഇങ്ങനെ അപ്പോൾ അവരൊന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. വി.കെ. ശ്രീരാമന്റെ അഭിപ്രായത്തോട് വിയോജിപ്പാണുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൽ സങ്കടമുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ട് എങ്കിൽ അതെന്നെ ഞെട്ടിക്കുന്നതാണ്. സങ്കടമുണ്ട് അങ്ങനെ പറഞ്ഞതിൽ. പക്ഷെ അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാം. നമുക്കിത് നമ്മുടെ ഉപജീവനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉപജീവനമെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ അവരുടെ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് നിലനിൽക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അല്ലേ? ഇങ്ങനെ വരുന്ന കമൻസിനൊന്നും വലിയ വില കൽപ്പിക്കാതെ അതങ്ങ് ഒഴിവാക്കി വിടുക. പുലികളിയെ അധിക്ഷേപിച്ച വി.കെ. ശ്രീരാമന്റെ പരാമർശം അപലപനീയമാണെന്നും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വിവിധ പുലികളി സംഘങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ ജനങ്ങളും ലോകത്തിലെ മലയാളികളും ആചരിക്കുന്ന ഈ പുലിക്കളിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞ് അദ്ദേഹം മാന്യമായി പിൻവലിച്ച് ഇത് അദ്ദേഹത്തിന് പറ്റിയ ഒരു വീഴ്ചയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം മാന്യമായി പിൻവലിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാരമ്പര്യമായ തൃശ്ശൂരിൻ്റെ തനത് കല തന്നെയാണ്. അതിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനം തികച്ചും മോശമാണ്. ബോഡി ആർട്ട് എന്ന് പറയുന്നത്, മെയ്യെഴുത്ത് എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ച ഒരു കലയാണ്. പ്രത്യേകിച്ച് ലോക ഭൂപടത്തിൽ, ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച ഈ കലാരൂപത്തെ ഏത് രീതിയിലാണ് അദ്ദേഹം ഏത് അളവുകോല് വെച്ചാണ് നോക്കി കണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കലാകാരന്മാരെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കടുത്ത പദപ്രയോഗങ്ങളാണ് തീർച്ചയായും അദ്ദേഹം നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ചർച്ച ചെയ്യാവുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? നിശ്ചയമായിട്ടും ചർച്ച ചെയ്യേണ്ടി അല്ലെങ്കിൽ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയം ചർച്ചയാവട്ടെ എന്ന് കരുതി അദ്ദേഹം പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പെട്ടെന്നുള്ളൊരു തോന്നലിൽ നേരത്തെയും അദ്ദേഹം ഈ മന്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു പോസ്റ്റ് ഉണ്ടായ വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ളൊരു തോന്നലൊരു പോസ്റ്റ് അങ്ങിട്ടു.
പക്ഷേ പിന്നീടുള്ള പ്രതികരണങ്ങളിലൊക്കെ ഒരു സരസമായിട്ട് ഞാൻ ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ചിരി അദ്ദേഹത്തിനുണ്ടോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അദ്ദേഹം നമ്മളിപ്പോൾ പ്ലേ ചെയ്ത ബൈറ്റിലൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, അതായത് ഇതിങ്ങനെ വയറ് എന്ന അവയവം ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഞാൻ കലാമണ്ഡലത്തിൽ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ വല്ല നൃത്ത പദ്ധതിയുമുണ്ടോ എന്ന്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിനൊരു ഒരു രസികത്വം അതിനകത്ത് അദ്ദേഹം കയറ്റി വെച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പിന്നീട് അദ്ദേഹത്തിന് വേറെ ഈഗോ ഒന്നുമില്ലാതെ എനിക്ക് കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞാനിത് ഖേദപ്രകടനം നടത്തുന്നു, ആരും വിഷമിക്കണ്ട എന്ന മട്ടിൽ അദ്ദേഹം പിന്മാറുകയും ചെയ്തു. ഒരു രസമായിട്ടുള്ളൊരു സാംസ്കാരിക സാഹചര്യം നമ്മൾ കേരളത്തിന് ഉണ്ടാക്കി തന്നു VK ശ്രീരാമൻ. നമ്മൾ ശ്രീരാമട്ടത്ത് വിളിക്കുന്ന VK ശ്രീരാമൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് ഞാനിത് നമ്മൾ ചർച്ച ചെയ്യാനെടുത്തപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സുജിചന്ദ്രൻ എനിക്ക് നിർദ്ദേശപ്രകാരം ഞാൻ AVM ഉണ്ണിയുടെ ഒരു വീഡിയോ, അപ്പോൾ 95-ലെ തൃശ്ശൂരിലെ പുലികളി എന്ന് പറഞ്ഞിട്ട് AVM ഉണ്ണി വളരെ പ്രശസ്തമായിട്ട് ആ കാലത്ത് മറ്റെവിടെ ഇല്ലാത്ത വിഷ്വൽസ് എടുത്തിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. പക്ഷേ ഇതിപ്പോൾ യൂട്യൂബിൽ നല്ല സജീവമായുള്ളൊരു പേജുണ്ട് അദ്ദേഹത്തിൻ്റെ, അതിൽ നല്ല രസമാണ് അത് കാണാൻ. ഭക്ഷണം കണ്ടിട്ടുണ്ട്. അതോ ഈ AVM ഉണ്ണിയുടെ 1995-ലെ പുലികളി തൃശ്ശൂരിലേതെന്ന് പറഞ്ഞ വീഡിയോ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ വയറില്ല. ഇപ്പോഴത്തെ പുലികളെയല്ല വയറില്ല എന്ന് വെച്ചാൽ ഞാനിത് വീണ്ടും നോക്കുമ്പോൾ അതിനകത്ത് മെലിഞ്ഞ പുലികളാണ്, വളരെ മെലിഞ്ഞ് നല്ല ഫിറ്റായിരിക്കുന്ന പുലികളാണ്. 6 പാക്ക് പുലികൾ എന്നൊക്കെ പറയാവുന്ന വർഷം മുമ്പുള്ള 6 പാക്ക് പുലികളായി. അപ്പോൾ അതിനകത്ത് ചെറിയ കുറച്ച് വയറൊക്കെ ഉള്ള ആളുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ആ ഈ വയറല്ല, അതായത് സിംഗിൾ പാക്ക് അങ്ങനെയല്ല, നല്ല 6 പാക്ക് ആയിട്ടുള്ള നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആളുകളാണ് ഉള്ളത്. അതും പക്ഷേ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ വെറുതെ 1-2 അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വീഡിയോ 95-ലോ 92-ലോ മറ്റുള്ളൊരു കല്യാണ ചടങ്ങാണ്. ആ കാലത്തെ കല്യാണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേജിലുണ്ട്. അതിൽ നോക്കുമ്പോൾ പുലികളിയിൽ മാത്രമല്ല, നമ്മൾ കല്യാണത്തിന് കണ്ടാലും മെലിഞ്ഞ മനുഷ്യരെ കാണുന്നത്. തടിച്ച ആളുകൾ അങ്ങനെയില്ല, ഇല്ലെന്നല്ല. പക്ഷേ അപ്പോൾ വളരെ കുറവ്. അപ്പോൾ മലയാളികളുടെ ശരീരപ്രകൃതി മാറിയിട്ടുണ്ട് 30 വർഷത്തിനകത്ത് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ശരീരപ്രകൃതി മാറിയ മനുഷ്യർ പിന്നെ അപ്പോൾ നമ്മുടെ ശരീരപ്രകൃതി മാറി എന്ന് പറഞ്ഞാൽ ഈ കലയിൽ നിന്ന് മാറിയേക്കാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് ഡാൻസ് ചെയ്യണം, അപ്പോൾ അല്ലെങ്കിൽ ഈ പരിപാടി നടത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വയറ് വലുതായിട്ട് വരുന്നു, വയറുള്ള ആളുകൾ അവിടെ വരുന്നു, ഇത് കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ മനുഷ്യർക്കുണ്ടാകുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ദിവസം ഇത് ലൈവായിട്ട് കൊടുക്കും. നമ്മൾ വർഷങ്ങളായിട്ട് ലൈവായിട്ട് കൊടുക്കുന്ന ഒരു കളർഫുൾ ഇവൻ്റാണ് ഈ പുലികളി. അതുകൊണ്ട് നമ്മൾ അതങ്ങനെ കണ്ടു പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വിവാദം വന്നപ്പോൾ നോക്കൂ, നമ്മളൊരു കുട്ടിയുടെ കണ്ണിലൂടെ അതിനെ നോക്കൂ. ഇപ്പോൾ തൃശ്ശൂർ ഈ നഗരത്തിൻ്റെ ഓരത്തിരുന്നിട്ട് കാണുന്ന കുട്ടികളാണ് എന്ന് കരുതുക, അല്ലെങ്കിൽ TV-യിൽ ഇത് കാണുന്ന കുട്ടികളാണെന്ന് കരുതുക. അവർക്ക് ഈ വയറ് വളരെ കൗതുകമുള്ളതാണ്. ഇതിങ്ങനെ പുലിയുടെ മുഖം പോലെ ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഈ വലിയ വയറ് എത്രത്തോളം വലുതാവുന്ന അത്രത്തോളം കൗതുകം കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് തള്ളിക്കളയേണ്ടുന്നൊരു കാര്യമല്ല. അദ്ദേഹം തന്നെ പിന്നീട് ഈ ഖേദപ്രകടനത്തിൽ പറഞ്ഞ ആ വരിയുണ്ടല്ലോ, അതായത് തൃശ്ശൂരിലെ പുലികളി യഥാർത്ഥത്തിൽ ഒരു സിംഗിൾ തീം കാർണിവലാണ്. അപ്പോൾ കാർണിവലിന് ഇതൊന്നും ആവശ്യമില്ല. ഒരു പ്രത്യക്ഷം സ്പെക്ടക്കിൾ, ഒരു വലിയ ഇവൻ്റ് പോലെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലേ ജനങ്ങൾക്ക് വേണ്ടത്, അതല്ലേ നാട്ടുകാർക്ക് വേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനകത്ത് എതിർക്കേണ്ടതില്ലേ, കാണുമ്പോൾ ഒരു സുഖമില്ലല്ലോ, ഇതിനെന്ത് ആർട്ടാണുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇങ്ങനെ ഉദാത്ത കലയ്ക്ക് വേണ്ടി മാത്രമായിട്ടല്ല ഇത് എന്നും, പിന്നെ നമ്മുടെ മനുഷ്യ ശരീരങ്ങൾ 30 വർഷത്തിനകത്ത് മാറിയ മാറ്റം അവിടെ ഉണ്ട് എന്നും, പിന്നെ അത് സ്വാഭാവികമായിട്ടും 30 വർഷത്തെ കലകളിൽ ഇതുപോലുള്ള സംഗതികളിലൊക്കെ റോഡിൽ നടക്കുന്ന വിഷ്വൽ 60-കളിൽ എടുത്തൊരു വിഷ്വൽ ഉണ്ടല്ലോ, ഒരു ഫ്രഞ്ച് ആളെടുത്തിരിക്കുന്നത് വന്നിട്ടെടുത്ത്. അപ്പോൾ അതിനകത്തുള്ള മനുഷ്യരല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ നസീറിൻ്റെയും സത്യൻ്റെയൊക്കെ പടങ്ങൾ കണ്ടാൽ തന്നെ നസീറും സത്യനും മാത്രം വേറിട്ട് നിൽക്കും. അത്യാവശ്യം ഒരു മോഹൻലാൽ മമ്മൂട്ടി ഊർജ്ജമൊക്കെയുള്ള 2 മനുഷ്യരായിട്ട്, ചുവന്ന അല്ലെങ്കിൽ തുടുത്ത മനുഷ്യരായിട്ട്, ബാക്കി എല്ലാവരും വളരെ മെലിഞ്ഞ് ഉള്ള, അത് ഭക്ഷണ രീതിയുടെയും അക്കാലത്തിൻ്റെ ഈ ഇത്രമാത്രം വലിയ സമൃദ്ധിയൊന്നും ഇല്ലാത്തൊരു കാലത്തിൻ്റെയൊക്കെ ശരീരം അങ്ങനെയാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല എന്ന് കണ്ടാൽ മതി. ഇപ്പം അതിൻ്റെ ദോഷഫലങ്ങളുണ്ട്. ഇപ്പോൾ മനോജ് വെള്ളനാടിനെ പോലെ ഡോക്ടർമാർ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ദോഷഫലങ്ങളുണ്ട്. നമ്മുടെ ശരീരം ഒബീസാവുന്നതിൻ്റെ കുഴപ്പങ്ങളും സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അഭിമാനിക്കാനുള്ള സംഗതികളൊന്നുമില്ല. പക്ഷേ അതിനകത്ത് കാണേണ്ടുന്നൊരു കാര്യം, നമ്മൾ മനുഷ്യരെങ്ങനെയാണോ ആയിത്തീരുന്നത് അതിനനുസരിച്ച് എല്ലാ ആർട്ടിലും അവർക്ക് പങ്കെടുക്കാൻ പറ്റണം. പിന്നെയുള്ളത് ഈ പറയുന്ന പോലെ അതിനായിട്ട് ആരെങ്കിലും വന്ന് വയറുണ്ടാക്കില്ലല്ലോ. പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇവരെല്ലാം ആകെപ്പാടെ ഒട്ടും ഫിറ്റ്നസ് ഇല്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പകൽ മുഴുവൻ അത്രയും നേരം ഈ വയറും വെച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ വെറുതെ വയറുണ്ടായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കില്ല. ആ വയറെടുത്ത് പിന്നെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഈ സ്റ്റെപ്പ് വെക്കണം. അതും എങ്ങനെ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പേ ഈ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഈ ദേഹവുമായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ, അതിപ്പോൾ അത്രയും നേരം നമ്മൾ പെയിൻ്റൊന്നും വെക്കാതെ നമ്മൾ ഡാൻസ് ചെയ്ത് നമ്മൾ ക്ഷീണിക്കും. അപ്പോൾ ഇവരാകെപ്പാടെ വീക്കായിട്ടുള്ള മനുഷ്യരാണ്, അൺഹെൽത്തി ആയിട്ടുള്ള മനുഷ്യരാണെന്ന് പറയുന്നതും ശരിയാകില്ല എന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ ഏതായാലും ഇങ്ങനൊരു സാംസ്കാരിക സാഹചര്യം ഉണ്ടാക്കിയത് എനിക്ക് VK ശ്രീരാമനോട് വലിയ നന്ദിയേ ഉള്ളൂ.
ഇതിനകത്ത് സരീഷ് ഈ പുലികളി നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് വേറെ ചില കളികൾ. ഇപ്പം നാട്ടിലൊക്കെ ഈ എല്ലാ ഗ്രാമങ്ങളിലും പുലികളി സംഘങ്ങൾ വരുമായിരുന്നു. അപ്പോൾ വളരെ മെലിഞ്ഞ ഒരു പുലിയാണ് വരിക. ആ പുലിക്ക് ചില ഈ അക്രോബാറ്റിക്സ് കഴിവുകളൊക്കെ ഉള്ള പുലിയായിരിക്കും. അതിങ്ങനെ കൈകുത്തി ചാടി മറിഞ്ഞു വരുന്നു, ഒരു വേട്ടക്കാരൻ കൂടെ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പുലികളി സംഘങ്ങൾ വളരെ പണ്ട് കണ്ടിട്ടുള്ള ഓർമ്മയുണ്ട്. ഏതാണ്ട് ആ പുലികളിൽ നിന്ന് ഏറെ വ്യത്യസ്തരല്ലാത്ത പുലികളൊക്കെ തന്നെയാണ് മുമ്പ് തൃശ്ശൂരിലെ റൗണ്ടിലെ പുലികളിയിലും ഉണ്ടായിരുന്നത്. സനീഷ് പറഞ്ഞല്ലോ AVM ഉണ്ണിയുടെ വീഡിയോ, അത് 95-ലെയാണ്. അതിന് 9 വർഷത്തിന് ശേഷം 2004 ഞാൻ അവിടെ നിന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പുലികളി റിപ്പോർട്ട് ചെയ്യാനായിട്ട് റൗണ്ടിൽ നിൽപ്പുണ്ട്. അന്ന് കണ്ട പുലികളിലും വയറില്ല. അപ്പോൾ അന്ന് കണ്ട പുലികളിൽ ഏതാണ്ടൊരു 50 പുലികളിങ്ങ് വന്നാൽ അതിലൊരു 2-3 പുലികൾക്ക് വയറുണ്ടാവും. അതൊരു തമാശ പുലികളാണ് ആ വയറുമായി വരുന്ന പുലികൾ. ആ വയറുമായി വരുന്ന പുലികൾ ആളുകളെ രസിപ്പിക്കുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട്. അല്ലാത്ത കുറേയേറെ പുലികൾ ബാക്കി ഇപ്പോൾ പക്ഷേ എന്താ നേരെ തിരിഞ്ഞു. ഇപ്പോൾ വയറില്ലാത്ത 1-2 പുലിയുണ്ട്, ബാക്കി മുഴുവൻ പുലികൾക്കും വയറായി. മെയിൻ പുലികളായി, തമാശ പുലികൾ ഇപ്പം ഭയങ്കര മെയിൻ പുലികളായി മാറി. ഇതാണ് ഈ കാലത്തിൻ്റെ മൊത്തത്തിൽ വന്ന മാറ്റമാണ്. നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ആളുകളുടെ രൂപം മൊത്തത്തിൽ മാറി. ആ മാറ്റം ഇപ്പോൾ ഇതൊരു ചിത്രം വരയ്ക്കാമോ, ഇങ്ങനെ വൈറ്റിൽ ചിത്രം വരയ്ക്കുന്ന പരിപാടി, അങ്ങനെ ഒരു കലാരൂപവും ഒരു സങ്കേതവും ഉണ്ടോ എന്നുള്ളത് ശ്രീരാമേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥൂലമായ വയറ് വീർത്ത് നമുക്ക് ഒരു അത്യാവശ്യം ചിത്രകലയൊക്കെ നടത്താൻ പറ്റുന്ന വിശാലമായ ഒരു പ്രതലമായി പരിവർത്തിച്ചു. അപ്പോൾ പിന്നെ ഒരു ചുവര് പോലെ വിശാലമായ ഒരു ചുവര് പോലെ ആയപ്പോൾ അതിൽ ഈ പുലികളെ വരച്ചു തുടങ്ങി. പഴയ പുലി ഈ മുഖം ഈ എന്താണ് തല മുതൽ കാല് വരെ ഇങ്ങനെ പുള്ളിക്കുത്തുകളുള്ള പുലികൾ തന്നെയാണ് അന്ന് വരുന്നത്, പഴയ പുലികളെല്ലാം. ഇപ്പോൾ എന്താ വെച്ചാൽ കടുവകളായി. പുലികളിൽ നിന്ന് പേരേ ഉള്ളൂ. കംപ്ലീറ്റ് ബഹുഭൂരിപക്ഷവും കടുവകളാണ്. വരയാൻ മറ്റേ എന്താണ് കടുവകളാണ് ഇപ്പം കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു നിയമവും ചിട്ടയൊക്കെ അവിടെ വന്നു കേട്ടോ. കാരണം ഒരു പുലി വണ്ടി ഉണ്ടായിരിക്കണം, ആ വണ്ടിയിൽ ഇത്ര എണ്ണം പുലികൾ ഉണ്ടായിരിക്കണം, അവരുടെ സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കണം, താളം ഇന്നതായിരിക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ അവിടെ ചില ചിട്ടകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് വളരെ സമീപകാലത്ത് രൂപപ്പെട്ട ഒരു കലാരൂപമായി തന്നെയാണ് നമുക്ക് പരിഗണിക്കാൻ കഴിയും. ഇതൊരു ക്ലാസിക്കൽ സംഗതിയൊന്നുമല്ല. കലാമണ്ഡലത്തിൽ വിളിച്ചാൽ കിട്ടില്ല. കലാമണ്ഡലത്തിൽ ശ്രീരാമേട്ടൻ വിളിച്ചാൽ അതിൻ്റെ വിവരം അവിടുന്ന് കിട്ടില്ല. അത് കഴിഞ്ഞ കുറച്ച് കാലം മാത്രമായി ഈ രീതിയിൽ മാറിയ ഒരു സംഗതിയാണ്. പിന്നെ പണ്ട് ഇതൊരു അധകൃത കലാരൂപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സവർണ കാഴ്ചയുടെയും കൂടി പ്രശ്നമായിരിക്കും. ആ രീതിയിലാണ് ഇതിനെ പരിഗണിച്ചിരുന്നത് എന്നുള്ളത് രേഖകളിലടക്കമുണ്ട് ആ കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ഇങ്ങനെ പുലിവേഷം കെട്ടിയിട്ട് പ്രാകൃതമായ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് വരുന്നു. മാത്രമല്ല ഈ ആടിനെയൊക്കെ കഴുത്തിന് കടിച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ കുഞ്ഞാട്ടുംകുട്ടിയൊക്കെ കടിച്ചെടുത്തുകൊണ്ട് വരുന്നു ഈ പുലിവേഷം കെട്ടിയ ആളുകൾ. എന്നിട്ട് വലിയ അഭ്യാസങ്ങൾ കാണിക്കുന്നു, ഇങ്ങനെ വെടിവെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുമായിട്ടാണ് ഈ പുലികൾ ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് ഇതിനെ ഒരു പരിഷ്കൃത സംഗതിയായി പരിഗണിച്ചിരുന്നില്ല. വയറ് വീർത്തപ്പോൾ ഇത് കുറച്ച് പരിഷ്കൃത സംഗതിയായി മാറി എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ ഈ വീർത്ത വയറുമായി വരുന്ന പുലികളാണ് പരിഷ്കൃതർ എന്നുള്ള ഒരു തോന്നലുണ്ട്. ഇത് തനിഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ജയൻ മാങ്ങാട് എന്ന് വേറെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് കണ്ടോ. അതായത് കാസർഗോഡ് ഇതുപോലെ തന്നെ പുലികളി നടക്കുന്ന സ്ഥലമാണ് കാസർഗോഡ്. കാസർഗോഡ് ഇപ്പോഴും എന്താണ് പഴയ ശൈലിയിലുള്ള വലിയ അഭ്യാസികളായ പുലികളാണ് അവിടെയുള്ളത്. അവിടെ വേറൊരു തരത്തിൽ ഈ പുലികളുണ്ട്. തൊട്ടപ്പുറത്തോട്ട് മാറിയ കർണാടകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇതേ പരിപാടിയുണ്ട്. എന്താ പുലിവേഷ അങ്ങനെ എങ്ങാണ്ടാണ് അവിടുത്തെ പേര്. സിനിമയിൽ പുലിവേഷ അത് വേറെ സംഗതിയാണ്. അത് തെയ്യവുമായി ബന്ധപ്പെടുത്തി പോകുന്ന സാധനമാണ്. പുലിവേഷ എന്ന് പറഞ്ഞിട്ടുള്ള പുലികൾ വേറെ അവിടെയുണ്ട്. ഈ കർണാടകത്തിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ട്. ഇത് ലോകത്ത് പല ഭാഗത്തും ഇത്തരത്തിലുള്ള വേഷം കെട്ടലുകളുണ്ട്. ഇത്തരത്തിലുള്ള കലാരൂപങ്ങളായി തന്നെ ആ നിലയ്ക്കുണ്ട്. പക്ഷേ ഈ ആ പുലികൾക്കാർക്കും, അതായത് കേരളം വിട്ടുള്ള പുലികൾക്ക് കൊടവയറില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. പിന്നെ ശ്രീരാമേട്ടൻ ചില സമയത്തൊക്കെ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് ഇടും. അതായത് കുഴിമന്തി എന്നുള്ളത് വന്നപ്പോൾ കുഴി മന്തി എന്നുള്ളത് എന്തോ കഴിക്കാനുള്ള സാധനമായി തോന്നുന്നില്ല എന്ന് പറയുകയും അതിനെ കടുപ്പമുള്ള വാക്കുകളിൽ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. രസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഞാൻ കണ്ടത്, അന്ന് ശ്രീരാമേട്ടനെ കടന്നാക്രമിക്കാൻ മുന്നിലുണ്ടായിരുന്നവരെല്ലാം അവരല്ല ഇത്തവണ ശ്രീരാമേട്ടനെ കടന്നാക്രമിക്കുന്നത് എന്നുള്ള പ്രത്യേകത. അവരേ അല്ല, വേറൊരു വിഭാഗം. അത് മാത്രമല്ല, ഇത് ഇത്തവണ ഈ വിഷയം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഹിന്ദു വിരുദ്ധൻ കൂടി ഇറങ്ങിയിരിക്കുന്നു എന്ന മട്ടിലാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായത്. പക്ഷേ ഈ കടുത്ത വാക്കുകളായി പോയി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹം പങ്കുവച്ച വീഡിയോ എന്ന് പറയുന്നത് ഈ
ഈ പടം വരയ്ക്കാത്ത കുറേ പുലികളാണ്. അപ്പോൾ വലിയ ഈ നമ്മൾ സ്വാഭാവികമായും ദുർമേധസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശരീരപ്രകൃതമുള്ള ആളുകളാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരുടെ പരിശീലനത്തിൻ്റെ വീഡിയോയാണ്. അത് കാണുമ്പോൾ നമുക്കും തോന്നും, പുലിയായി തോന്നുന്നില്ല, ഭയങ്കര വലിയ ശരീരമുള്ള കുറേ മനുഷ്യരും ഇങ്ങനെ കുലുങ്ങി നടക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം നമുക്ക് അതിൽ ഈ പറയുന്നത് പോലെ ഒരു അങ്കലാപ്പ് നമുക്ക് തോന്നാം, സ്വാഭാവികമാണ്. പക്ഷെ കുറച്ച് കടുത്ത വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഇതിനകത്ത് ഈ ശരീരത്തിൻ്റെ മാറ്റം എന്നുള്ളതേ, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലായ ചിത്രം, അതായത് നമ്മൾ പഴയ സിനിമകൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് കാണും, പഴയ നസീറിൻ്റെയും സത്യൻ്റെയൊക്കെ സിനിമകളുണ്ടല്ലോ. അപ്പം അതിനകത്ത് വർഷം നോക്കുക, അതായത് നസീർ, സത്യൻ, പിന്നെ അടൂർ ഭാസി, ഇങ്ങനെ കുറച്ച് നടന്മാർ മാത്രമേ നമ്മളിപ്പോൾ കാണുന്ന ഒരു സമൃദ്ധിയുള്ള മനുഷ്യരായിട്ട്, അതായത് നല്ല ചുവന്ന കൊടുത്ത് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ നിൽക്കുന്ന പോലെയേ ഉള്ളൂ. ബാക്കി നമ്മൾ സൈഡിൽ കാണുന്ന മനുഷ്യർ മുഴുവൻ മെലിഞ്ഞിട്ടാണ്. നോക്കൂ, അതായത് ആൾക്കൂട്ടത്തെ കാണിക്കണമെങ്കിൽ മെലിഞ്ഞ മനുഷ്യരെ നമ്മൾ കാണുക. കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രഹണി പിടിച്ചോളെന്ന് പറയില്ലേ, അങ്ങനെയുള്ള കുട്ടികളെ കാണുക. പിന്നെ ഈ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്ന ആളുകളെല്ലാം മെലിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ആ കാലത്ത് ബഹുഭൂരിപക്ഷ ആളുകളും മെലിഞ്ഞ മനുഷ്യരാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഭക്ഷണം എന്ന് വെച്ചാൽ ഇതെന്തോ ഒരു ഭക്ഷണ രീതി മാറിയിട്ട് ആകെപ്പാടെ മോശമായി പോയി എന്ന് പറയാനും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് കുറച്ച് ആളുകൾക്ക് ഭക്ഷണം നന്നായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം നന്നായിട്ട് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ സമൃദ്ധിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പം ശരീരത്തിന് വരുന്നുണ്ടാവണം. പിന്നെ നമ്മളതിനൊരു ബോഡി ഷെയ്മിംഗ് ഒന്നുമാണ്. കാരണം ഒരാൾ തടിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ മെലിഞ്ഞു പോകുന്നതോ ഒരാൾ വയറ് വരുന്നതോ, പിന്നെ ഇപ്പോൾ എനിക്ക് വയറ് വന്നേക്കാം എന്നാഗ്രഹിച്ചിട്ടുള്ള മനുഷ്യർ നടക്കുന്നത്, അത് മനുഷ്യരുടെ സ്വാഭാവിക ശരീരപ്രകൃതിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉള്ള ആളുകൾ പാട്ട് പാടാൻ പാടില്ല, അതുള്ള ആളുകൾ പിന്നെ എന്തെങ്കിലും കലാപരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള അർത്ഥമൊന്നും വരാൻ പാടില്ല. ശ്രീരാമേട്ടൻ അങ്ങനെയൊന്നും വിചാരിച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ അങ്ങനെയൊന്നും വരാനേ പാടില്ല. അത് വെച്ചിട്ട് നമ്മുടെ ശരീരം എന്താണോ അത് വെച്ചിട്ട് ഒരു ആർട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഒരു സന്തോഷത്തിന് ആനന്ദത്തിന് ഉതകുന്നൊരു ആനന്ദോപാധി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് വേണ്ടത് എന്ന കാര്യം. അത് വേറൊരു കാര്യമുണ്ട്, ഇത് വെറുതെ പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് പടം വരച്ച് അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത് കാണുമ്പോൾ ഒരു അങ്കലാപ്പ് തോന്നും. കാരണം നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഡോക്ടർ മനോജ് വെള്ളനാട് പറഞ്ഞതുപോലെ അയാളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക തന്നെ ആദ്യം തോന്നും എന്നുള്ളത് വാസ്തവമാണ്. അതുണ്ട്. പക്ഷെ അപ്പോഴും ഈ ആരോഗ്യം വെച്ചുകൊണ്ടല്ലേ അവർ ഡാൻസ് ചെയ്യുന്നത്, എത്ര 2-3 മണിക്കൂറുണ്ട്. അപ്പോൾ വെറുതെ വയറ് മാത്രമല്ല. സുരേഷ് ഗോപി അത് വിശദീകരിച്ചത് കേട്ടപ്പോൾ എനിക്കൊരു പ്രശ്നം തോന്നിയത്, ഇതിൽ ഈ മണ്ണെണ്ണയൊക്കെ വെച്ച് കഴുകി, ടർപ്പൻ്റെയിലും മണ്ണെണ്ണയൊക്കെ വെച്ച് കഴുകിയാണ് ഇത് വൃത്തിയാവുന്നതെന്നും, ഇത് ഇപ്പോഴും പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എന്താണ് അത് ശരിയാ അത്തരം പെയിന്റ് ആണെന്നുള്ളത് അതൊക്കെ മാറ്റേണ്ടതാണ്. കാരണം നമ്മൾ ലോകത്ത് പല സ്ഥലത്തും ഈ കാർണിവലുകളിൽ ഇത്തരം വേഷങ്ങൾ കാണുന്നവരെല്ലാം ഇതുപോലത്തെ പെയിന്റ് അടിച്ചിട്ടാണോ നിൽക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാറ്റേണ്ടതാണ്. അത് ഇത്തരം ചില കാര്യങ്ങൾ കുറച്ചുകൂടെ സജീവമായിട്ട് ചർച്ചയിൽ വരാനും കൂടെ ഈ ഘട്ടം ഉപയോഗിക്കപ്പെടണം, അല്ലേ? ഒന്ന്, അവർ നന്നായിട്ട് പേ ചെയ്യപ്പെടണം. അതിപ്പോൾ ആരും പറയുന്ന കാര്യമില്ല, നമുക്കറിയില്ല എത്ര പൈസ കിട്ടുന്നത്. നന്നായിട്ട് പേ ചെയ്യപ്പെടണം. 2, ഇതുപോലെ ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം വേണം അത് അതിനകത്തേക്ക് ഈ പെയിൻ്റൊക്കെ ഉപയോഗിക്കാൻ എന്നൊരു കാര്യത്തിന്. വേറൊരു കൗതുകരമായ സംഗതി കൂടി ഉണ്ട്. സനീഷ് ശ്രീരാമേട്ടനെ എന്തോ ഒരു സോഷ്യലിസ്റ്റ് എന്ന മട്ടിലാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ചത്. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് വളരെ വാല്യൂബിൾ ഇമോഷനാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തെ ഓഫീസിൽ കയറ്റുമോ എന്നുള്ള കാര്യം ആലോചിക്കണം സുരേഷ് ഗോപിയെ. സോ ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണെങ്കിലും ഈ സോഷ്യലിസത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനായി. അതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. സോഷ്യലിസത്തെക്കുറിച്ച് RSSനോ BJPക്കോ ഉള്ള അഭിപ്രായമല്ല അത് എന്നുള്ളത് അദ്ദേഹം മറന്നുപോയി. നമുക്ക് അവസാനിപ്പിക്കാം. VK ശ്രീരാമന് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പുലികളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങളിൽ ഇപ്പോഴും ചർച്ചകൾ സജീവമാണ്. മുമ്പുള്ള പുലികളി ഇങ്ങനെ ആയിരുന്നില്ലെന്നും മെലിഞ്ഞ ശരീരമുള്ളവരും വയറില്ലാത്തവരുമെല്ലാം പുലികളിയുടെ ഭാഗമായിട്ടുണ്ട് എന്നുമുള്ള വാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പങ്കുവെക്കുന്നുമുണ്ട്. പഴയകാല ഓർമ്മകളും മറ്റും പഴയകാല സംഭവങ്ങളും മറ്റും ഓർത്തെടുത്താണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. VK ശ്രീരാമൻ പങ്കുവച്ചതിലെ ചില വാക്കുകൾ ബോഡി ഷെയ്മിംഗ് ആണെന്നുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതിലൂടെ ഇനി പുലികളിയിലെ വിവാദം അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. എന്തായാലും വിവാദങ്ങൾ ഏതുമില്ലാതെ 4ാം ഓണ ദിവസമായ ഓഗസ്റ്റ് 29-ന് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ ഇറങ്ങും. നാടും നഗരവും പുലിത്താളത്തിൽ തുള്ളും. അരമണിക്കിലേക്ക് മേലാസകലം പുള്ളിയും വരകളും നിറച്ച് മുഖംമൂടി അണിഞ്ഞ പുലികൾ നിരത്തിൽ അങ്ങനെ ആടിത്തിമർക്കും. കാഴ്ചക്കാരുടെ മനനിറക്കുന്ന ഇക്കൊല്ലത്തെ പുലികളി ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യും. സമഗ്രമായിട്ട് കുറെ കൂടെ കളർഫുള്ളായിരിക്കുന്ന പുലികളിയായിരിക്കും ഇത്തവണ എന്ന് കണ്ട് നമുക്കേവർക്കും കാത്തിരിക്കാം.